ഹർഷനല്ല ചതിച്ചിരിക്കുന്നത്. ഹർഷനെ ഞാനാ ഇപ്പൊ ചതിച്ചിരിക്കുന്നത്. എന്നെ മാത്രം സ്വപ്നം കണ്ടിരുന്ന, എന്നെ മാത്രം സ്നേഹിച്ചിരുന്ന എന്റെ ഹർഷനെ എന്നിൽ നിന്ന് അകറ്റിയത് അവളാ, ആ മധുശ്രീ. അവളുടെ കയ്യില് കളിപ്പന്താവുകയായിരുന്നു ഞാൻ. ഇനി എനിക്ക് ഈ ഭാരം താങ്ങാനാവില്ല. എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് എന്റെ ഹർഷനോടൊത്ത് എനിക്കിനി ജീവിക്കണം. അതിനാദ്യം വേണ്ടത് എല്ലാ സത്യങ്ങളും സത്യാമ്മയോട് തുറന്നു പറയുകയാണ്. വിഷ്ണുവേട്ടന്റെ മനസ്സ് നിറയെ ശാലിനിയാണ്. ആ മനസ്സിൽ എനിക്ക് യാതൊരു സ്ഥാനവും ഇല്ല. അവരാണ് ഒന്നിച്ച് ജീവിക്കേണ്ടത്. ഇനി അവർക്കിടയിൽ ഞാനൊരു തടസ്സമായിക്കൂടാ. ഇപ്പൊ തന്നെ എല്ലാ സത്യങ്ങളും സത്യാമ്മയെ അറിയിക്കണം. അല്ല, നവവധുവിനെ ഒന്നുകൂടി ഞാനൊന്ന് കാണാൻ വന്നതാ. ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത് സുദിന അല്ല ഇന്ന്. തല്ലുകൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനൊരു ദിവസം ഒപ്പിച്ചെടുക്കാൻ പെടാപ്പാട് പെട്ടത് ഞാൻ. ഭാഗ്യങ്ങളെല്ലാം നിനക്കും. അല്പം കൂടി കഴിഞ്ഞ് അവൻ നിന്റെ കഴുത്തി താലിയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ സത്യാമ്മയുടെ സൈന്യമില്ല രാജ്യവും ദേ നിന്റെ കൈവെള്ളയും. എന്താ, ശരിയല്ലേ? ഇത്രയും സഹായങ്ങളൊക്കെ ചെയ്തു തന്നതല്ലേ? അപ്പോ ഈ കൈവെള്ള കൊണ്ട് തന്നെ ഒരു നല്ല കാര്യം എനിക്കും ചെയ്യണ്ടേ മധുശ്രീ? ഒരു പ്രതിഫലത്തിന് വേണ്ടിയൊന്നും അല്ല മധുശ്രീ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ആത്മസംതൃപ്തി, അത്രയുള്ളൂ. പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരില്ല. എന്റെ ലൈഫിൽ നല്ലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കി തന്ന ആളല്ലേ? എന്നാ പിന്നെ ചൂടോടെ തന്നെ ഇതങ്ങ് പിടിച്ചോടി. നിന്റെ സംസാരത്തിന്റെ ടോൺ മാറിയപ്പോഴേ എനിക്കത് മനസ്സിലായി. ഇതൊരു മലക്കമറിഞ്ഞ പോക്കാണല്ലോന്ന്. എന്താടി, നിന്റെ മറ്റവൻ നിന്നെ ഇട്ടേച്ചു പോയപ്പോ കൊള്ളാവുന്നൊരു പുളിങ്കൊമ്പ് കാണിച്ച് കൂടൊരുക്കാൻ പുല്ലും വൈക്കോലും തന്നതാണോടി ഞാൻ ചെയ്ത തെറ്റ്? മറ്റവൻ ഇട്ടേച്ച് പോയതല്ലോ. മറ്റവൻ ഇട്ടേച്ച് പോയെന്ന് നീ വരുത്തി തീർത്തതല്ലേ? നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഇവൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നല്ലേ നീ ഇപ്പൊ വിചാരിക്കുന്നത്? ഹർഷൻ എന്നോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു. ഞാൻ അറിഞ്ഞു ആ ഫോട്ടോകൾ നീ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന്. ഇതെപ്പോ സംഭവിച്ചു? ആ പിശാചി പിടിച്ചവൻ ഇതിനിടയ്ക്ക് ഇവിടെ കയറി വന്നോ? ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ ഒരു തീരുമാനത്തിലെത്തി. എന്നെ സ്നേഹിക്കുന്ന ഹർഷന്റെ കൂടെയാ ഞാൻ ഇനി ജീവിക്കാൻ പോകുന്നേ. അപ്പോഴീ കല്യാണം? വിഷ്ണുവേട്ടൻ ജീവിക്കേണ്ടത് ശാലിനിയുടെ കൂടെയാ. ഞാൻ ജീവിക്കേണ്ടത് എന്റെ ഹർഷന്റെ കൂടെ. അത് മനസ്സിലാക്കാൻ ഞാനൊരല്പം വൈകി. എന്റെ കാർത്തികയെ നീ പൊട്ടത്തൊരൊന്നും വിളിച്ച് പറയല്ലേ. നാവിന്റെ തുമ്പത്ത് വന്നിരിക്കുന്ന മഹാലക്ഷ്മിയെ കോക്കിരി കാണിച്ച് ആട്ടി പായിക്കരുത് നീ. വീട്, കാറ്, സൗഭാഗ്യങ്ങൾ, 2-3 തലമുറയ്ക്ക് തിന്നാനുള്ള സ്വത്ത്, ഇതൊക്കെ ഒറ്റ വാക്കിലും ഉപേക്ഷിച്ച് കളയല്ലേ. ചിന്തിക്ക്. മനുഷ്യരെ പോലെ വരും കാലങ്ങളിൽ എങ്ങനെ ജീവിക്കണം എന്നൊന്ന് മനസ്സിൽ കാണ്. ഹർഷനെ സംബന്ധിച്ചിടത്തോളം മുക്കാചക്രം 1 മാസം ഉണ്ടാക്കാൻ പറ്റിയേക്കും. പക്ഷെ നിന്റെ ഇപ്പോഴത്തെ ജീവിത രീതിക്ക് ആ മുക്കാചക്രത്തില് നിനക്ക് ഒതുങ്ങി ജീവിക്കാൻ പറ്റുമോ? പട്ടിണിയും പരിവട്ടവുമായി പെറ്റുകൂട്ടുന്ന കുട്ടികളെ കൊണ്ട് അന്നദാനപ്പുര തേടി പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഇപ്പൊ കിട്ടാൻ പോകുന്ന രാജകീയമായ ഈ ജീവിതം. എന്തു നേരിടാൻ സത്യാമെന്ന വടവൃക്ഷത്തിന്റെ തണലിൽ ഒരല്ലലും ഇല്ലാതെ നിനക്ക് കഴിയാം. അപ്പോ എന്റെ ഹർഷനോടുള്ള എന്റെ സ്നേഹം, ഞങ്ങളുടെ സ്വപ്നങ്ങൾ മണ്ണം കട്ട. ഞാൻ അയച്ചു തന്ന ഒറ്റ ഫോട്ടോയിൽ തീർന്നതാ നീ ഇപ്പൊ പറഞ്ഞ നിന്റെ ഈ സ്നേഹം. പിന്നെ നീ കണ്ട സ്വപ്നം അതൊന്ന് മോർഫ് ചെയ്ത് വിഷ്ണുവിന്റെ തല ഒട്ടിച്ച് ഒന്ന് റീടേക്ക് കണ്ടാ മതി. എത്ര വേഗത്തിലാ മധുശ്രീ നീ ഓരോ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത്. നീ ഇവിടെ ജനിക്കേണ്ടവളല്ല, ഇവിടെ നിൽക്കേണ്ടവളും. അതുകൊണ്ട് സത്യാമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ പോവാ. കാർത്തികേ, ദേ നീ ആന മണ്ടത്തരൊന്നും കാണിക്കരുത്. ഇതെല്ലാം സത്യം അറിഞ്ഞ എന്നെ ചിലപ്പോ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയേക്കാം.
പക്ഷേ നിന്നെ അവര് കൊന്നുകളയും. മറ്റൊരുത്തനെ മനസ്സിൽ വെച്ചുകൊണ്ട് അവരുടെ ചെക്കനെ ഇട്ട് വട്ട് കളിപ്പിച്ചത് അവര് സഹിക്കത്തില്ല. എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ഞാനിവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായത്തിന് അല്ലെങ്കിൽ ഒരു ശിക്ഷ എനിക്ക് വേണ്ടതാ. അതോടെ എല്ലാം തീരുമല്ലോ. എനിക്ക് എന്റെ ഹർഷന്റെ കൂടെ സമാധാനമായിട്ട് പോവാ. ഇവൾ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം. ഇനി വൈകിയേ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ പറയാൻ പോവാ. ഒന്ന് കാർത്തിക, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് അപകടമാ. ആദ്യം ഈ കല്യാണം നടക്കട്ടെ. ഇത്ര ആളെയും വിളിച്ചുകൂട്ടി കല്യാണം നടക്കാതിരുന്ന വലിയൊരു ദുരന്തമാ ഇവിടെ പിന്നെ ഉണ്ടാവാ. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ഹർഷനെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. വിഷ്ണു ശാലിനെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിത്യ ബ്രഹ്മചാരിയായി ഇരിക്കത്തേ ഉള്ളൂ. നിനക്ക് നിന്റെ വഴി നോക്കാം. ഹർഷനെ കാണാനും നിങ്ങൾക്ക് സ്നേഹിക്കാനും ഞാൻ അവസരം ഉണ്ടാക്കി തരാം. നീ എന്റെ കൂടെ നിന്ന് തന്നാ മതി. മനസ്സിലായില്ല. കല്യാണം കഴിഞ്ഞാലും ഹർഷനുമായിട്ടുള്ള ഇഷ്ടം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഈ ഞാൻ അവസരം ഉണ്ടാക്കി തരാന്ന്. നീ ഇത്രയ്ക്ക് ചീപ്പായിരുന്നോടി. നീ എന്നെ അടിച്ചു അല്ലേ? നിന്നെ അടിക്കല്ല വേണ്ടത്, കൊല്ലടി വേണ്ടത്. നിന്നെ പോലുള്ളവളൊക്കെ ജീവിച്ചിരിക്കുന്നത് സ്ത്രീ വർഗത്തിന് തന്നെ മാനക്കേടാ. നിന്നെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. നിന്നെ കുറിച്ചുള്ള സകല വിവരങ്ങളും ഇപ്പൊ തന്നെ ഞാൻ സത്യമേ അറിയിക്കും. കാർത്തികേ, നിന്നോട് പോകരുതെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പോക മാത്രമല്ല പറയുകയും ചെയ്യും. നീ ഇനി ഇവിടെ വേണ്ടടി. ഞാൻ വേണ്ടാന്ന് വെക്കുമ്പോ ഇവള് കിടന്നങ്ങ് മൂക്കുവാ. അപ്പൊ പിന്നെ ഇടവീര്യം കയറുകൊണ്ട് തന്നെ മൂക്ക് കയറ്. അല്ല പിന്നെ ഇത് നീ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ, ചോദിച്ചു വാങ്ങിയതാ. മേഡം, എന്താ മേഡം? ഈ മേക്കപ്പ് റൂം ഒന്ന് ക്ലീൻ ആക്കണം. ഒരു ചവറ് അതിനെ എവിടെയെങ്കിലും കൊണ്ട് തള്ളണം. ഒരു ചാക്കും കൊണ്ട് പോരെ. ശരി മേഡം. വിനാശകാലെ വിപരീത ബുദ്ധി. പറഞ്ഞു നോക്കി കേൾക്കില്ലെന്ന് വന്നാ പിന്നെ എന്താ ചെയ്യാ? കേരള കൊണ്ട് എന്താടാ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? എന്നെ ഒന്ന് അടിക്കണോ തോന്നുന്നുണ്ടോ? എന്നാ അടിയടാ, എടാ അടിക്കാൻ. ചെയ്യാത്ത കുറ്റമാ ഇപ്പൊ നിങ്ങളെല്ലാരും കൂടി ചാർത്തി തന്നിരിക്കുന്നേ. കൊലക്കുറ്റം. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട് ബോസേ. ഒരു കൊല ചെയ്താലും 2 കൊല ചെയ്താലും കിട്ടാൻ പോകുന്ന ശിക്ഷയ്ക്ക് വലിയ ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ തനിക്കുണ്ടാവുന്ന നഷ്ടം, അതിലുള്ള ആഴും അതല്പം കൂടുതലായിരിക്കും. ചിന്തിക്കാൻ പറ്റാത്ത. എന്താടാ നീ എന്നെ കൊലത്തുവോ? വേണ്ടി വന്ന
എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് ബോസേ. നീ എന്താടാ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എടാ, എന്റെ കോട്ടയിൽ എന്റെ ഭിക്ഷയാണ് ഇനി നിന്റെ ജീവിതം. അതൊന്നും മുഴിപ്പിക്കാൻ സർവേശ്വരനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതിന് പകരം അധികാരം കയ്യിലുള്ളവനോട് നീ മുട്ടാൻ വരുന്നോടാ. മിസ്റ്റർ ACP, യെസ് മാഡം. ഒരു കൊലക്കുറ്റം നിങ്ങൾ ആരോപിച്ചിട്ടേ ഉള്ളൂ. അത് ചെയ്തു എന്ന് പറയേണ്ടത് കോടതിയാ. അതുവരെ മാന്യമായി പെരുമാറണം. യവന്റെ വായന വികട സരസ്വതി കൊണ്ട് ഇവൻ കോടതി വരെ എത്തുമെന്ന് മേഡത്തിന് തോന്നുന്നുണ്ടോ? ചാക്കിയിട്ട് പോയാലേ പാറാവുകാരനാരും ഡ്രൈവറായാലും പോലീസുകാരൻ തന്നെ. അവനവന്റെ ഗുണം കാണിക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ അസിസ്റ്റന്റ് കമ്മീഷൻ കൂടിയായി എന്റെ മുമ്പിൽ ഇവൻ ഷോ ഇറക്കിയാൽ ഇവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മേഡം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. എടുത്ത് തുടങ്ങിയാൽ ഭിത്തിയെ തേക്കൂല. വിഷ്ണുവേട്ട, ഇതൊരു പ്ലാൻ മർഡർ കേസാ. ഇതിൽ വിഷ്ണുവേട്ടൻ പെടണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കോക്കസ് തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. ശത്രുക്കളായല്ല, വിഷ്ണുവേട്ടന്റെ മനസ്സ് തകർത്ത് വിഷ്ണുവേട്ടനെ കൊണ്ട് തന്നെ വിഷ്ണുവേട്ടനെതിരെ കരുക്കൾ നീക്കാൻ അവര് വിരിച്ചിരിക്കുന്ന കെണിയില ഞാനും വിഷ്ണുവേട്ടനും ഇപ്പൊ നിൽക്കുന്നത്. സൂക്ഷിച്ച് പെരുമാറിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. വിഷ്ണുവേട്ടാ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ആത്മനിയന്ത്രണം വന്ന് ആത്മാവിനെ അകറ്റി നിർത്തണമെന്നല്ലേ പറയുന്നത്? ഇവിടെ ഇപ്പൊ ഈ ഒഴുക്കിനൊപ്പം നീന്തിയേ പറ്റൂ, അല്ലാതെ വേറെ രക്ഷയില്ല. കഴുത്തിലണിയുന്നതിന് മുമ്പേ കയ്യിൽ വിലങ്ങ് വെച്ചു. ഇതഴിച്ചു വരുന്ന നിമിഷം ഇത് ഞാൻ തന്റെ കഴുത്തി കിട്ടും. അതുവരെ ഇത് ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിൽ സമർപ്പിച്ചു. ശത്രുക്കളെ ജയിച്ച് മുന്നേറാൻ ഭഗവാൻ നല്ലൊരു തേരാളിയാ. അപ്പൊ പോവാൻ സാറേ നമുക്ക്. നോക്കി നിൽക്കാതെ പിടിച്ച് കയറ്റടോ അവനെ. പോയിട്ട് വരാം മക്കളെ. പിടിച്ച് കയറ്റടോ അവനെ. അവന്റെ ഒരു യാത്ര കുറച്ചിൽ.
നിന്നെ വിഷ്ണുവിന്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മധുശ്രീയാണടി. മനസ്സ് തട്ടിയെടുത്ത മധുശ്രീയുടെ പ്രതിജ്ഞ. അതങ്ങനെ ഇങ്ങനെ ഒന്ന് തേച്ചു മാച്ച് കളയാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇനി അവൻ ഇപ്പൊ തന്ന താലിയും പിടിച്ചോണ്ട് ഏത് ഈശ്വരന്റെ മുന്നിലും കൊണ്ടുപോയി വെച്ചോ. അവന്റെ വരവും പ്രതീക്ഷിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് വടക്കോട്ട് നോക്കിയിരുന്നോ. അവനെ കൊണ്ടുവരും. തെക്കോട്ടെടുക്കാനുള്ള അവന്റെ ബോഡിയും കൊണ്ട്. പറയുന്നത് മധുശ്രീയാടി, ചെയ്ത് കാണിക്കാൻ കഴിവുള്ള മധുശ്രീ. ആ തുറക്കണോ? സർ. അഴിച്ചു കൊടുക്കണോ? ലോക്കപ്പാണ്. സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും. പിന്നെ കളക്ടർ പ്രത്യേക പരിഗണന ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് ആനുകൂല്യങ്ങളെ കിട്ടിയെന്നിരിക്കും. അത് പക്ഷേ ഇനി അങ്ങോട്ടുള്ള നിന്റെ പ്രവർത്തികൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരിക്കും. വിജയ, സർ. ആ പോക്കറ്റടിക്കാരൻ വട്ടനുണ്ടല്ലോ, അവ കിടന്ന് മൂത്രം ഒഴിച്ചൊക്കെ മാറ്റിയിടോ. അവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് സാർ. അപ്പൊ പിന്നെ കുറച്ച് തണുപ്പൊക്കെ കിട്ടും കേട്ടോ. വീട്ടിൽ AC കിടന്നുറങ്ങുന്ന ആളല്ലേ. ഈ ഒരു തണുപ്പാകുമ്പോ ഈ പെടപിടച്ച് നിൽക്കുന്ന നിന്റെ തലയുടെ പെരുപ്പൊന്ന് മാറിക്കിട്ടും. കയറ്റി വിടടോ അവനെ. അവന്റെ ഇടതുകാലോ വലതുകാലോ വെച്ച് കയറി പോട്ടെ. എടാ, ഈ ജീവിതം എന്നൊക്കെ പറഞ്ഞാലേ ഇത്രയേ ഉള്ളൂ. ഒന്ന് ഇരുട്ടി വെളുത്താ അത് മൊത്തത്തിലങ്ങ് തകിടം മറിയും. പട്ടുമത്തേ കിടന്നുറങ്ങേണ്ടവൻ ഒരു തെറ്റും ചെയ്യാതെ സിമെന്റ് തറ കിടക്കേണ്ട ഒരു അവസ്ഥയും. കലികാല വൈഭവം തന്നെ. എന്റെ ഒടയ തമ്പുരാനെ, നീ വല്യം തന്നെ കേട്ടോ. ഒരിക്കൽ കയ്യിൽ നിന്ന് ചാടിപ്പോയ മുതലിനെ തിരിച്ച് എന്റെ വരുതിക്ക് തന്നെ കൊണ്ട് തന്നല്ലോ. നിനക്ക് സ്തോത്രം. താനകനത് ചിരിക്കൊന്നും വേണ്ട. ഒരിക്കലേ ഇവനിവിടെ വിറപ്പിച്ച ഗുണ്ടയായിരുന്നു. ഗുണ്ടാ വിഷ്ണു. പണം പിരിപ്പിക്കലായിരുന്നു ഇവന്റെ പണി. ഒരരപ്പിരി സെറ്റപ്പ്. ഇനി നീ രക്ഷപ്പെടത്തില്ല. അമ്മാതിരി വലയാ ഞാൻ നിനക്ക് വേണ്ടി വിരിച്ചിരിക്കുന്നത്. ഇതിൽ നീ പെട്ടതാടാ. ഇനി ഈ കേസിൽ നിന്നല്ല, നിന്റെ സ്വപ്ന ജീവിതത്തിലേക്ക് പോലും നിനക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ലടാ. ചന്ദ്രബോസ് എന്ന ACP സാർ എന്നെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോഴേ ഞാൻ വിചാരിച്ചു, അറുത്ത് പൊട്ടിച്ച് വരാൻ പറ്റുന്ന വലക്കണ്ണികളെ കൊണ്ടല്ല എന്നെ പൂട്ടിയിരിക്കുന്നെന്ന്. എനിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കുന്നതിലും മിടുക്ക് കാണിച്ചു. എല്ലാം മനസ്സിലുണ്ട്. ഇതുവരെ അവിടുന്ന് ഇതുവരെയുള്ള യാത്രയിലൊക്കെ അതൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കായിരുന്നു. കണക്കുകൾ തീർക്കാനാന്നോടാ. എങ്കിൽ നീ പാടുപെടും. എനിക്ക് കണക്കുകൾ പറഞ്ഞു തീർക്കുന്ന ശീലം പണ്ടേ ഇല്ല ചന്ദ്രബോസെ. എഴുതി കൂട്ടും, പിന്നെ അതങ്ങ് മൊത്തത്തിൽ കൂട്ടും. പക്ഷെ എങ്ങനെയൊക്കെ കൂട്ടിയാലും കിഴിച്ചാലും ബാക്കി വരുന്ന ശിഷ്ടഭാഗം ഉണ്ടാവില്ല ബോസെ. മനസ്സിലായ ഒന്നും ഞാൻ ബാക്കി വച്ചേക്കില്ല.